ഞങ്ങളുടെ മമ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ അമ്മക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ വന്നിട്ടാണുള്ളത്. ഇതിലേത് വേണം? ഇതിനൊന്നത്തോട് ഈ ചേട്ടനാണ് പണിക്കൂലി കുറച്ച് ഞാൻ പറയാണ് ആ പണിയെടുക്കുന്ന ആളെ കണ്ടാൽ ഞാൻ അയാൾക്ക് വേറെ തന്നെ ട്രീറ്റ് ചെയ്യാം. എന്നാ അതൊക്കെ അല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് ഇവർ ഈ ജ്വല്ലറിക്കാർ ഇങ്ങനെ കാൽക്കുലേറ്ററിൽ കുറേ കൂട്ടുന്നതാണ്. ഇതൊന്നിങ്ങനെ കൂട്ടുന്ന എങ്ങനെ? ഏയ് നമ്മളൊരു ചെറിയ കമ്മലെടുക്കാനാണ് വന്നത്. അതൊക്കെ അവിടെ വെച്ചേ, അവരെടുത്തിട്ടുള്ളിൽ വെച്ചോട്ടെ, അവര് വെച്ചോട്ടെ. അത്ര പോലെ വെച്ചേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ കേക്ക് താല്പര്യമില്ലാണല്ലോ. ഇതാണ് നിങ്ങളുടെ സങ്കല്പത്തിലെ കമ്മൽ? അതൊന്നും അറിയില്ല. ഹാപ്പി ബർത്ത്ഡേ അങ്ങോട്ട് പറ. ഞാൻ അറിഞ്ഞില്ല നീ ജനിച്ചത്. ഓ, 2 മരുമക്കളും ചേർന്നിട്ട് ഇതേ സദ്യയൊക്കെ റെഡിയാക്കി ഇവിടെ അമ്മയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അച്ഛനപ്പ സീറ്റില്ലേ? അച്ഛൻ കഴിച്ചിട്ട് പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങളെ അടുക്കളയിൽ കയറിയിട്ടില്ല? മെയിൻ ആയിട്ടാ നിങ്ങൾ കേട്ടിട്ടില്ല? ആദ്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് അമ്മക്ക് അടുക്കളയിൽ നിന്ന് മെയിൻ ആവാൻ പറ്റാത്ത ഒരു ദിവസം. ഈ നിങ്ങളെ ബർത്ത്ഡേക്ക് ഇവരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അത്ര ഇവര് തന്നെ പറയുന്നേ. നിങ്ങൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. വയസ്സു കൂട്ടാൻ വേണ്ടി വന്നെത്തും ജന്മതാരകം. വൈരിയാണോ സുഹൃത്താണോ വളരെ സംശയിക്കൂ ഞാൻ. ആദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം. അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നതെന്തിനോ. വയസ്സ് കൂട്ടാൻ വേണ്ടിയില്ല ഓരോ പറഞ്ഞാലും വരുന്നേ. 58 വയസ്സായില്ലേ? അത്രയില് പിന്നെ ഇതിന്റെ പിറന്നാളിന്റെ പ്രത്യേകത. ഓരോ ദിവസം കഴിയുന്നോറും ഓരോ കൊല്ലം കഴിയുന്നോറും ഓരോ വയസ്സ് കൂടും. ഈ ഭാസ്കറിന്റെ വരിക സെറ്റപ്പാണല്ലോ. നോക്കി ഇവർ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി കേട്ടോ. ആ ഒരു കുപ്പിയും എടുത്താൽ മതി. പ്രമാദമായിരിക്കുന്നു. ரொம்ப പ്രമാദം.